പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ ദൈവം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ സത്യവകട്ടെ. ഇന്നത്തെ നിങ്ങളുടെ യാത്രാമേൽ കർത്താവിൻ്റെ കൃപ ചെയ്യട്ടെ. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സംസാരങ്ങൾ, ഇടപാടുകൾ, ഇടപഴകലുകൾ, ചർച്ചകൾ, തീരുമാനങ്ങൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജോലി സമ്പാദിക്കുന്നതിന് വേണ്ടി പോകുന്നവരെ, നമുക്ക് ലഭിക്കാനുള്ള പണം സമ്പാദിക്കുന്നതിന് വേണ്ടി ഉള്ള പരിശ്രമങ്ങൾ, മറ്റുള്ള കൈകളിൽ കുടുങ്ങിപ്പോയിട്ടുള്ള നമ്മുടെ അധ്വാന ഫലങ്ങൾ, അതായത് മക്കളില്ലാത്തവർ, മക്കൾ രോഗികളായി കിടക്കുന്നവർ, അവരെല്ലാം ഈ സമയത്ത് അവരുടെ വിടുതലിന് വേണ്ടിയും സമാശ്വാസത്തിന് വേണ്ടിയും ദൈവിക ഇടപെടൽ അവരുടെ ജീവിത മണ്ഡലം ഉണ്ടാകുന്നതിന് വേണ്ടിയും 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനുടെ പ്രത്യക്ഷയുടെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാശക്തിയെ നിങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ നാമം ശുഭകരമാകട്ടെ. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവ് നയിക്കുവാമേ. ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് എന്താ പഠിപ്പിച്ചത്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ അത് ഒരു സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ മാറ്റേ പറ്റത്തുള്ളൂ. പക്ഷേ ഏണിങ് ചെയ്യാൻ, കിട്ടിയത് നേടിയതിനെ മുറുകെ പിടിക്കാൻ മാത്രമേ അത് സഹായിക്കത്തുള്ളൂ. നേടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഫിലിപ്പിയർ 3:16 എന്നാൽ നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ആവണം നമ്മുടെ പ്രവർത്തനം. അപ്പൊ നേടിയെടുത്ത സംഭവങ്ങളുണ്ട്.
അതിനെ മുറുകെ പിടിക്കുന്നതിനാണ് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണത്. എന്താണ്? നേടിയെടുത്ത കൃപ പോകാതിരിക്കാൻ വേണ്ടി ഈശോ പറഞ്ഞെന്താണ്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. പിന്നെ എന്താണ്? തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഏറ്റവും ഈ ഡെലിവറൻസ് പ്രെയർ അതിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്തിരിക്കുകയാണ് കർത്താവ്. പക്ഷേ അത് നേടിയെടുത്ത് മുറുകെ പിടിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് പറയുന്നത്. അത് മര്യാദക്കാണ് പ്രാർത്ഥിക്കണമെങ്കിൽ ആരും പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തില്ല. പ്രാർത്ഥന പോലെ പട്ടികയായിട്ട് 2, 4, 4, 4, 8 എന്ന് പറഞ്ഞ സ്വർഗ്ഗസ്ഥനായ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകുന്നത് പട്ടികയിൽ പഠിച്ച് പട്ടികയ്ക്ക് സ്ഥാനിയില്ലേ. യവനൊക്കെ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ പ്രലോഭനത്തിന് ഉൾപ്പെടുത്താതിരിക്കണതിന് രണ്ടാമത്തെ പ്രലോഭനത്തിൽ വീഴും. എന്താ വെച്ചാൽ സത്തയില്ല, പ്രാർത്ഥനയ്ക്ക് ശ്രദ്ധയില്ല. അപ്പോൾ അത് എപ്പോഴും നമ്മൾ ഈശോ ചോദിക്കട്ടെ, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ അതെങ്ങനെ വായിക്കുന്നു? അതാ പ്രശ്നം. എന്ത് എഴുതിയിട്ട് കാര്യമില്ല, വായിക്കണ പോലെ ഇരിക്കും കാര്യം. ലുക്ക 10:26 അവൻ ചോദിച്ചു നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എന്ത് വായിക്കുന്നു? അപ്പം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തലെന്നാണ് എഴുതിയിരിക്കണത്. പക്ഷെ നീ പ്രാർത്ഥിക്കുമ്പോൾ ഡു യു മീൻ ഇറ്റ് എന്ന് ഈശോ ചോദിക്കും. നീ എന്ത് വായിക്കുന്നു? അത് മീൻ ചെയ്യുന്നുണ്ടോ? അത് നീ ഉദ്ദേശിക്കുന്നുണ്ടോ? പ്രലോഭനത്തിൽ ഉൾപ്പെടുത്താതിരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? കുപ്പി വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് പറഞ്ഞാൽ എങ്ങനെ അത് ശരിയാവും? അപ്പോൾ അത് നിങ്ങൾ മീൻ ചെയ്യുന്നില്ല. അത് ചുമ്മാ ഒരു പ്രാർത്ഥന പോലെ അങ്ങനെ പ്രാർത്ഥിച്ചു പോവുകയാണ്. അളിയൻ വാങ്ങിക്കാൻ വേണ്ടി അളിയൻ വരുമെന്നും പറഞ്ഞുകൊണ്ട് കുപ്പി മേടിച്ച് നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് നല്ലോണം തണുക്കാൻ വേണ്ടി. എന്നിട്ട് നീ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇതെല്ലാം കാണുന്ന കർത്താവ് എൻ്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പം അതുകൊണ്ട് എപ്പോഴും ഇതുപോലെ തന്നെ കള്ളത്തരം കാണിക്കുന്നവരും എല്ലാവരും ഇത് ചെയ്യാൻ തീരുമാനിച്ചതിന് ശേഷം പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രശ്നം വരും. എന്താണ്? 10:26 വരും. ലൂക്ക നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ അതെങ്ങനെ വായിക്കുന്നു? അപ്പം എന്താണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്? നീ അതെങ്ങനെയാണ് പ്രാർത്ഥിക്കണത്? ചില ആൾക്കാർ സ്ഥലം വിൽക്കാൻ നേരത്ത് അവർ വന്നിട്ടും പറയും, അച്ഛാ സ്ഥലം വിൽക്കാനൊക്കെ വാങ്ങാൻ പോകുമ്പോഴൊക്കെ ഈ സെക്കൻഡ് പണിയുടെ കാര്യം, സെക്കൻഡ് മണി എന്തിന് പ്രമാണത്തിൽ കൊള്ളിക്കാത്ത കാശ് വരും. അപ്പോൾ ഞങ്ങൾ പറയും അതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് പറയും. ഞങ്ങൾക്ക് എന്ത് ഗവൺമെൻറ് പറയണേ അത് മാത്രമേ ഞങ്ങൾ സ്വീകരിക്കത്തുള്ളൂ. ഗവൺമെൻറ് കൊടുക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുക്കും. അപ്പോൾ ചില ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാകും. അപ്പോൾ ഞങ്ങളെ കച്ചവടം അവിടെ അവസാനിപ്പിക്കും. അപ്പോൾ അത് വീട്ടിൽ വരുമ്പോൾ വേറെ ആരോടെങ്കിലും കേൾക്കണം, അച്ഛാ അത് നാടോടുമ്പോൾ നടുവേ ഓടേണ്ടതെന്ന് ചോദിക്കും. അപ്പം നിങ്ങൾ ഓടാൻ ഇഷ്ടമുള്ളവർ ഓടിക്കും, ഞങ്ങൾ അരികെ വെച്ച് ഓടിക്കൊള്ളാമെന്ന് പറയും. ഞങ്ങൾക്ക് നടുവേ ഓടേണ്ട കാര്യമില്ല, സൈഡിൽ കൂടി പോയാൽ. എൻ്റെ മക്കളെ, ഇതെല്ലാം ശ്രദ്ധിക്കുന്ന കർത്താവിനെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ എൻ്റെതല്ലാത്ത പദ്ധതികളെന്ന് പറയത്തില്ലേ. യെശയ്യാ 30:1 കർത്താവ് അരുൾ ചെയ്യുന്നു, എന്റേതല്ലാത്ത പദ്ധതികൾ നടപ്പിലാക്കുകയും എനിക്ക് അഹിതമായ സഖ്യം ഉണ്ടാക്കുകയും ചെയ്ത് പാപം കുന്നുകൂട്ടിയ അനുസരണമില്ലാത്ത സന്തതികൾക്ക് ദുരിതം. ഈ ദുരിതം വരാതിരിക്കാനാണ് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് പ്രാർത്ഥിക്കുന്നത്. പിന്നെ എന്താണ്? തിന്മയെ രക്ഷിക്കണമേ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം വെച്ചാൽ ഇതിനെല്ലാം ഉള്ള മരുന്ന് ഈശോ ആദ്യം പറയുന്നുണ്ട്. എന്താ പറയണത്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറയുന്നതിന് പകരം ഈശോ അതിനേക്കാളും വലിയ കാര്യം ആദ്യം പറയുന്നതാണ്. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അപ്പം ദൈവമഹത്വത്തിന് വേണ്ടി നമ്മൾ തീരുമാനിച്ച അത് നമ്മുടെ 26:10 അനുസരിച്ചുകൊണ്ട് ലൂക്കാ സുവിശേഷം നമ്മളെ പറയുന്നത് നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ അതെങ്ങനെ വായിക്കുന്നു എന്ന സിസ്റ്റം അനുസരിച്ചോടെ മനസ്സനുസരിച്ചുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവമഹത്വത്തിന് വേണ്ടി ജീവിച്ച് കഴിഞ്ഞാൽ ഈ പ്രലോഭനം തന്നെ സബ്സൈഡാകും. ആധ്യാത്മിക ജ്ഞാനവും ജീവിത വിശുദ്ധീകരണത്തിനും ശക്തീകരണത്തിനും എന്നുള്ളതാണ് സുവിശേഷം നൽകുന്ന വലിയൊരു കാഴ്ചപ്പാട്. എൻ്റെ പേര് ഗ്രീഷ്മ. ഞാൻ ബോംബെയിലാണ് താമസിക്കുന്നത്. എൻ്റെ വീട് ഇവിടെ കൊച്ചിയിലാണ്.
ഞാൻ 2023 ഫെബ്രുവരി 2-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആദ്യം കുറച്ച് ദിവസമൊക്കെ എല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ അങ്ങനെ ഉടമ്പടിയൊന്നും പാലിക്കില്ല. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചെയ്യാനായിട്ട്. എൻ്റെ കുഞ്ഞപ്പോൾ വളരെ ചെറുതായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ബോംബെയിൽ തനിച്ചായതുകൊണ്ട് എനിക്ക് ഹസ്ബൻഡും ഞാനും കുഞ്ഞും മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ അതെനിക്ക് ഭയങ്കര കണ്ടിന്യൂ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ ഞാൻ ഉടമ്പടിയിലൊന്നും അത്ര ഇതൊന്നും കാണിച്ചിരുന്നില്ല. എൻ്റെ മോൻ, ഞാനിപ്പോൾ ഓസ്ട്രേലിയയിൽ പോവുകയാണ് ഈ വരുന്ന 20-ാം തീയതി. ഞാൻ 2 വർഷമായിട്ട് വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് ഏജൻസിയിൽ പൈസ കൊടുത്തു. ഒരുപാട് പൈസ അങ്ങനെ നഷ്ടം വന്നു. ഫേക്കായിട്ടുള്ള ഏജൻസി ആയിരുന്നു. അങ്ങനെ 2 വർഷത്തോളമായി ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ മാർച്ചിൽ ഞാൻ ഏജൻസിയിൽ കൊടുത്ത പൈസ ഞാൻ അവരോട് പറഞ്ഞു, ഞാനിനി പോകുന്നില്ല, എനിക്കത് തിരിച്ച് വേണം. കാരണം ഞാനത് അറിഞ്ഞു, അവർ ഫേക്കായിട്ടുള്ളൊരു ഏജൻസി ആണെന്നുള്ളത് അറിഞ്ഞപ്പോൾ ഞാനത് തിരിച്ച് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുമായി കുറച്ച് അവരെനിക്ക് പൈസ തരാതായി. അങ്ങനെ കേസൊക്കെ കൊടുക്കേണ്ടി വന്നു. ഞാനങ്ങനെ അത് ഡ്രോപ്പ് ചെയ്തു അവിടെ വെച്ച്. അതിനുശേഷം ഞാൻ കൃപാസനത്തിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് പോകാനായിട്ട് ഈശോയ്ക്ക് ഇഷ്ടം, ഞാൻ വിദേശത്ത് പോകണം, അവിടെ ജോലി ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ജോലി എങ്ങനെയാണ് കണ്ടെത്തേണ്ടതെന്നും എല്ലാം എനിക്കൊരു വഴി കാണിച്ചു തരണേന്ന് ഞാൻ ഈശോയോടും മാതാവിനോടും ഒരുപാട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ കൊടുത്ത ഏജൻസിനോട് ഞാൻ അത് വേണ്ടാന്ന് പറഞ്ഞു. പൈസ തിരിച്ചു ചോദിച്ചിട്ട് ഞാനന്ന് 7 ദിവസം 7 പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3-ാമത്തെ ദിവസമായപ്പോഴേക്കും എനിക്ക് മാതാവ് ഇവിടെ ഉടമ്പടി എടുത്ത എനിക്കറിയാവുന്ന ഒരാൾ തന്നെ എൻ്റെ അടുത്ത് വന്ന് പറയുവാണ്, എന്നെ വിളിച്ചിട്ട് പറയുവാണ്, നിനക്ക് ഓസ്ട്രേലിയ പോകാൻ താല്പര്യമുണ്ടോ? ഞാനത് എല്ലാം റെഡിയാക്കി തരാം, താല്പര്യമുണ്ടെങ്കിൽ നമുക്കത് മുന്നോട്ട് പോകാം, നീ ഒരാഴ്ച പ്രാർത്ഥിച്ചിട്ട് എന്നോട് എന്താണെന്ന് വെച്ചാൽ വിവരം പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു, പ്രാർത്ഥിച്ചു, അച്ഛനെ കണ്ടു, അച്ഛൻ്റെ അടുത്ത് മെസ്സേജ് എടുത്തു. അങ്ങനെ അച്ഛൻ പറഞ്ഞു, അത് 2 ആഴ്ചക്കുള്ളിൽ ഈ പോകുന്ന കാര്യത്തിൽ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വരുവാണെങ്കിൽ നീ അത് പൊയ്ക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ എനിക്ക് ഈ ജാനുവരിയിൽ എനിക്ക് വിസ വന്നു. ഇപ്പോൾ ഈ ബുധനാഴ്ച ഞാൻ പോവുകയാണ് ഓസ്ട്രേലിയയിലേക്ക്. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. പിന്നെ ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ കുറേ നാൾ ഉടമ്പടിയൊന്നും നോക്കില്ലായിരുന്നു. അപ്പോൾ എൻ്റെ മോന് 1.5 വയസ്സ് വരെ അവനൊന്നും സംസാരിക്കില്ല, ഒരു കാര്യവും സംസാരിക്കില്ല, ഒരു വേർഡ് പോലും, ഒരു വാക്ക്, ഒരു അക്ഷരം പോലും പറയത്തില്ല. അപ്പം ഞാൻ നാട്ടിൽ വന്നപ്പോഴേക്കും, ക്രിസ്മസിന് നാട്ടിൽ വന്നപ്പോൾ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, കുഞ്ഞൊന്നും സംസാരിക്കില്ലേ, എന്താ സംസാരിക്കാത്തത്? അപ്പോൾ ഞാൻ എൻ്റെ ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഉടമ്പടി എടുത്തതല്ലേ, ഉടമ്പടി എടുത്തിട്ട് നീ കുഞ്ഞിങ്ങനെ സംസാരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടമ്പടി എടുത്തതല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ ഉടമ്പടി എന്നിട്ട് എന്താ നീ പ്രാർത്ഥിക്കാറില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ആൻറ്റി, ഞാൻ ഉടമ്പടിയൊന്നും അങ്ങനെ പാലിക്കാറൊന്നുമില്ല. നീ തൈലം വെച്ച് കൊച്ചിന് എന്നും കുരിശിട്ട് നീ പ്രാർത്ഥിക്ക്, വിശ്വാസ പ്രമാണം ചൊല്ലി, കൊച്ച് സംസാരിക്കും. എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോളുടെ കൊച്ചിനും ഇങ്ങനെ തന്നെ ആയിരുന്നു, ഒന്നും സംസാരിക്കില്ലെന്ന്. ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് നേർന്നപ്പോഴായിരുന്നു അവന് സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ അത് കേട്ടപ്പോൾ എനിക്കൊരു വിശ്വാസമായി. അപ്പോൾ ഞാൻ എന്നും കുഞ്ഞിന് തൈലം നാവിൽ നെറ്റിയിലും വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കിയതും കുഞ്ഞ് എല്ലാം സംസാരിക്കാൻ തുടങ്ങി. ഇപ്പം 3 ഭാഷ സംസാരിക്കും കൊച്ച്. ഹിന്ദിയും ഇംഗ്ലീഷും മലയാളം എല്ലാം നല്ലപോലെ സംസാരിക്കും. ഒരു LKG ഒരു അഡ്മിഷന് പോവുകയാണ്, ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അഡ്മിഷന് പോവുകയാണെങ്കിൽ കുഞ്ഞിന് 2.5 വയസ്സായിട്ടുള്ളൂ. ആ പിള്ളേർ സംസാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും കൊച്ചിനറിയാം. എല്ലാ ഭാഷകളും പാട്ട് പാടും. എല്ലാം മാതാവ് എൻ്റെ കുഞ്ഞിനെ എല്ലാവരുടെ മുമ്പിൽ എനിക്ക് നാണക്കേടായിരുന്നു കുഞ്ഞ് സംസാരിക്കില്ല എന്ന് പറയുമ്പോഴേക്കും. ഇപ്പം എനിക്കതെല്ലാം മാറിക്കിട്ടി. ഇപ്പം എല്ലാവരും പറയുന്നത്, ഈ കുഞ്ഞ് വായ അടക്കി വെക്കത്തില്ലേ എന്നാണ് ചോദിക്കുന്നത്, അത്രയും ഒച്ചത്തിലാണ് സംസാരിക്കുന്നത്. പിന്നെ എൻ്റെ കുഞ്ഞിന് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ അവന് ഉറങ്ങിക്കിടക്കുമ്പോൾ സീഷേഴ്സ് വന്നപ്പോൾ അതെനിക്കറിയില്ല, അതെന്താണെന്നറിയില്ല. ആദ്യമായിട്ടാണ് ഞാനത് കാണുന്നത്. ഉറക്കത്തിലാണ് വരുന്നത്. അപ്പോൾ കൊച്ചിന് അനക്കില്ല. കുഞ്ഞിൻ്റെ കണ്ണ് 2 മേളിലോട്ടായിട്ട് ഇരിക്കുന്നു, കുഞ്ഞിന് അനക്കില്ല. കൈ 2 ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കുവാണ്, അനങ്ങുന്നില്ല. കൊച്ചിനെ ഇങ്ങനെയൊക്കെ വിളിച്ചിട്ട് അനങ്ങുന്നില്ല. അപ്പോൾ ഞങ്ങൾ പേടിച്ചു. അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ ഉടമ്പടിയൊക്കെ പ്രാർത്ഥിക്കുകയും ഇതൊക്കെ ചെയ്യുമായിരുന്നു.
അപ്പോൾ ഞാൻ കുഞ്ഞിങ്ങനെ അനങ്ങാതെ ആയപ്പോഴേക്കും ഞാനിരുന്ന് കരയാൻ തുടങ്ങി. എല്ലാവരും വന്നു. ഞങ്ങൾ അടുത്തുള്ള ഒരു തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് തന്നെ ഞാൻ അപ്പം തന്നെ മാതാവിൻ്റെ തൈലം നെറ്റിയിൽ കുരിശിട്ട് മാതാവിൻ്റെ കാശിരൂപം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് എന്നെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ വരെ പോയി. അപ്പോഴൊന്നും കുഞ്ഞിന് ഒരു അനക്കമില്ല. അവിടെ ചെന്നു. ഡോക്ടർ അപ്പം തന്നെ കാഷ്വാലിറ്റിയിലേക്ക് വന്നു. ഡോക്ടർ വന്നു. ഒരു അരമണിക്കൂറിന് ശേഷമാണ് എൻ്റെ കുഞ്ഞിന് ശ്വാസം വന്നത്. മാതാവിൻ്റെ ആ ഒരു സംരക്ഷണം കൊണ്ട് മാത്രമാണ്. ഞാനപ്പോൾ പ്രാർത്ഥിച്ചു. ആ പോകുന്ന വഴിയൊക്കെ എല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. നമ്മുടെ മാതാവേ, ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം. എൻ്റെ കുഞ്ഞിനെ സംസാരിപ്പിച്ചത് മാതാവാണ്. അപ്പോൾ അത് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം. എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പമില്ലാതെ തരുവാണെങ്കിൽ ഞാൻ സാക്ഷ്യം പറയാമെന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് അപ്പോൾ ആ നിമിഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ കയറുന്നത്. ചെന്ന് കഴിഞ്ഞു. കുഞ്ഞിന് പിന്നെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളൊരാഴ്ച അവിടെ അഡ്മിറ്റായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഡിസ്ചാർജ് വാങ്ങിയിട്ട് നേരെ ഇവിടെ വന്നു. അച്ഛനെ കണ്ടു. അച്ഛൻ്റെ അടുത്ത് വന്ന് അത് ഡോക്ടർ അവിടെ നിന്ന് പറഞ്ഞു, ഫിസിഷ്യനായിരുന്നു ആദ്യം കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നത്. ഫിസിഷ്യൻ പറഞ്ഞു ന്യൂറോളിക് പീഡിയാട്രീഷ്യനെ കാണിക്കണം, എന്നാലേ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വേറെ ഡോക്ടറിനെ കാണിക്കുന്നതിന് മുന്നേ ഞങ്ങളിവിടെ അച്ഛനെ വന്ന് കണ്ടു. ആൾത്താരയിൽ വന്നു. ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് ബ്ലെസ്സിങ്സ് ഒക്കെ വാങ്ങിച്ചു. അച്ഛൻ പറഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കുഞ്ഞ് നല്ലതുപോലെ ഇരിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ ആസ്റ്റർ മെഡിസിറ്റിയിലാണ് കൊച്ചിനെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, ആദ്യം കാണിച്ച ഡോക്ടർ പറഞ്ഞത് 6 വയസ്സ് വരെ കുഞ്ഞിന് സീഷസിൻ്റെ മെഡിസിൻ കണ്ടിന്യൂസ് കൊടുക്കണമെന്ന് പറഞ്ഞതാണ്. അവിടെ ചെന്നു, പ്രാർത്ഥിച്ചു, ഡോക്ടറിനോട് സംസാരിച്ചു. ഞങ്ങളൊരു കൺസൾട്ടിങ് ഒക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു, മെഡിസിൻ ഒന്നും വേണ്ട, കുഞ്ഞിന് കൊടുക്കുന്ന മെഡിസിൻ എല്ലാം നിർത്തിക്കോ, എങ്ങാനും ബൈ ചാൻസ് വരുവാണെങ്കിൽ മാത്രം ഒരു സ്പ്രേ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു കുഞ്ഞിന് സീഷസ് വന്നിട്ട്. ഇതുവരെ കുഞ്ഞിന് യാതൊരു കുഴപ്പവും ഇല്ല. കുഞ്ഞ് നല്ല ആരോഗ്യമുള്ള കുഞ്ഞായിട്ട് തന്നെ ഇരിക്കുന്നു. അത് മാതാവ് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ എൻ്റെ അടുത്ത സാക്ഷ്യം ഇതെൻ്റെ അമ്മയാണ്. അമ്മയ്ക്ക് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലായപ്പോൾ നമുക്കൊരു പെയിൻ വന്നു, അബ്ഡോമിനിൽ പെയിൻ വന്നപ്പോഴേക്കും ഞങ്ങൾ വിചാരിച്ചു അത് സ്റ്റോണിൻ്റെ ആയിരിക്കും എന്നുള്ള ഒരു ഇതിൽ ഡോക്ടറിനെ നോർമലി കൊണ്ടേ കാണിച്ചു. അപ്പോൾ ആദ്യം പറഞ്ഞു അത് അമ്മയ്ക്ക് അത് നോർമലി ഇൻഫെക്ഷനാണ്, അതുകൊണ്ട് മെഡിസിൻ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെയും ആ പെയിൻ കണ്ടിന്യൂസ് വരാൻ തുടങ്ങി. സഹിക്കാൻ പറ്റാത്ത പെയിനായി. അങ്ങനെ ഡോക്ടറിനത് സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സ്കാൻ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് യൂട്രസിനും ഓവറിക്കും നടുക്കായിട്ടൊരു സിസ്റ്റ് ഉണ്ട്. അതും വളരെ വലുതായിരുന്നു. 16 സെൻറ്റിമീറ്ററിൽ മേലെ ഉള്ളൊരു സിസ്റ്റായിരുന്നു. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഒരു 1 വീക്കിനുള്ളിൽ തന്നെ സിസ്റ്റ് റിമൂവ് ചെയ്യണം. ഇല്ലെങ്കിൽ അത് അവിടെ അമ്മ നടക്കുമ്പോൾ അത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആൾ മരിച്ചു പോകാമെന്ന് തന്നെ പറഞ്ഞു ഡോക്ടർ. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, അത് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ലാബിൽ കൊടുത്തു. ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വാങ്ങിക്കാൻ എൻ്റെ അപ്പയാണ് പോയത്. അപ്പോൾ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വാങ്ങിക്കാൻ ചെന്നപ്പോഴേക്കും അവിടുത്തെ ലാബിൽ അവിടെയുള്ള ആ കുട്ടിയെ ചോദിച്ചു, എത്രാമത്തെ കീമോയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കീമോയോ, അതെന്താ, ഇത് ഡോക്ടർ ടെസ്റ്റ് ചെയ്യാൻ മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ക്യാൻസർ പേഷ്യൻസിനാണല്ലോ കീമോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്യാൻസറിൻ്റെ 4th സ്റ്റേജിൻ്റെ ഇതാണ് കാണിക്കുന്നത്. നോർമലാണെങ്കിൽ 125 ആണ് ബ്ലഡ് റിസൾട്ട് വരുള്ളൂ. ഇതിപ്പോൾ 225 ആണ് കാണിക്കുന്നത്. ഇത് 4th സ്റ്റേജിൻ്റെ ക്യാൻസറിൻ്റെ പേഷ്യൻസിനുള്ളതാണെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ കീമോ എന്തായാലും വേണ്ടി വരുമെന്നോ അവർ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ ഡോക്ടർ ഇത് ക്യാൻസർ? അപ്പം ഞങ്ങളത് ബയോപ്സി കഴിയാണ്ട് ഞങ്ങളൊന്നും തീർത്ത് പറയത്തില്ല, നിങ്ങളിത് എത്രയും പെട്ടെന്ന് 1 വീക്കിനുള്ളിൽ തന്നെ സർജറി ഇത് ചെയ്ത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോയത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു 2 മാസം കഴിഞ്ഞാലേ സർജറി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓൾറെഡി 7 പേഷ്യൻസ് ഉണ്ട് ഈ സർജറി ചെയ്യാനായിട്ട്. അതിനുശേഷം മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതാകുമ്പോഴേക്കും അങ്ങനെയാണല്ലോ. പ്രൈവറ്റിൽ പോകണമെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ വേണം. അപ്പം അത്രയും പൈസ നമ്മുടെ അടുത്ത് എടുക്കാനില്ല. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും. അപ്പം എന്നാലും ഞങ്ങൾ ഓർത്തു കടം വാങ്ങിയിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും കൊണ്ടുപോയി നമ്മളത് സർജറി ചെയ്യണം എന്നുള്ളത്. അപ്പം ഞാനും ഉടമ്പടി എടുത്തിട്ടുണ്ട്, അമ്മ ഉടമ്പടി എടുത്തതാണ്. അപ്പം അമ്മയ്ക്കെന്നും ഈ പെയിൻ വന്ന് തുടങ്ങി ഞങ്ങളെന്നും തൈലം വയറിലെപ്പോഴും കുരിശിട്ട് കൊടുക്കും. അമ്മയുടെ കാശുരൂപം കൊന്തയിൽ ഇട്ട് കഴുത്തിലിട്ട് തന്നെ കൊടുത്തു. അപ്പോൾ എന്നും ഞങ്ങൾ മാതാവിൻ്റെ കൃപാസനത്തിൽ മാതാവിൻ്റെ അടുത്ത് എന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി. മുട്ടുമേലെ നിന്ന് എപ്പോഴും പ്രാർത്ഥിക്കും, എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം ആൻറ്റി ഇങ്ങനെ പറഞ്ഞു, മാതാവ് കൃപാസനം മാതാവാണ് നടത്തി തന്നെയെങ്കിൽ നമുക്കിത് എത്രയും പെട്ടെന്ന് സർജറിയും ചെയ്യാൻ പറ്റും, 1 രൂപ പോലും നമുക്ക് ചിലവാകത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഒരു മാതാവിൽ മാത്രം വിശ്വാസം സമർപ്പിച്ച് അവിടെ ചെന്നു. ഹോസ്പിറ്റലിൽ സംസാരിച്ചു. ചെന്ന് അഡ്മിഷനായി 10ാമത്തെ ദിവസം നമുക്ക് സർജറി നടത്തി തന്നു അവർ. 10ാമത്തെ ദിവസം സർജറി നടത്തി റിമൂവ് ചെയ്തു.
ബയോപ്സിക്ക് അയച്ചു കഴിഞ്ഞപ്പോഴേക്കും 15 ദിവസം കഴിയും റിസൾട്ട് വരാനായിട്ട്. അങ്ങനെ ആ 15 ദിവസവും എന്നും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. ഇനി ഈ ക്യാൻസറെന്നോ കീമോയെന്നോ ഒന്നും എൻ്റെ അമ്മക്ക് അതൊന്നും ചെയ്യാനിട വരുത്തല്ലേ, അങ്ങനൊരു കാര്യം ഞങ്ങളുടെ ഫാമിലിയിൽ ഇനി ആർക്കും വരല്ലേ എന്ന് പ്രാർത്ഥിച്ച് ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെയായിരുന്നു. ഇനി ഒരാൾ പോലും അമ്മക്ക് എന്താണ്, അല്ലെങ്കിൽ ക്യാൻസർ ആണോ അല്ലെങ്കിൽ അങ്ങനെയാണോ കീമോ ഉണ്ടോ എന്ന് ചോദിക്കാനിട വരുത്തല്ലേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചു. സാക്ഷ്യം പറയാമെന്ന് ഞാൻ ഇവിടെ വന്ന് അമ്മേനെയും കൊണ്ട് സാക്ഷ്യം പറയാമെന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് നേർന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ നെഗറ്റീവാണ്. ഇപ്പം അമ്മക്ക് യാതൊരു കുഴപ്പമില്ല. 6 മാസത്തെ റെസ്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഒരു പ്രശ്നമില്ല. എൻ്റെ കുഞ്ഞിനെ നോക്കുന്നതും എൻ്റെ അമ്മയാണ്. മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി. ഈശോയ്ക്കും മാതാവിനും നന്ദി. ഞാൻ പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഒരുപാട് ഓർഫണേജസിൽ, ബോംബെയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പുറത്തൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഓർഫണേജസിലൊക്കെ ഞങ്ങൾ പോകും. അങ്ങനെ അവർക്ക് വേണ്ട ഡ്രസ്സുകളും വസ്ത്രങ്ങളും പൈസയൊക്കെ കൊടുക്കും. പിന്നെ ക്യാൻസർ പേഷ്യൻസിനൊക്കെ നമ്മൾ ആവശ്യത്തിന് മെഡിസിനൊക്കെ മേടിക്കാൻ നമ്മൾ ഒരുപാട് സഹായിക്കും. പിന്നെ ഇവിടെ നാട്ടിൽ ഇവിടെ വീടിനടുത്ത് ആശ്വാസഭവൻ, അങ്ങനെ ഓട്ടിസം ഉള്ള പിള്ളേരെ അവിടെയൊക്കെ ഞാൻ സഹായിക്കാനൊക്കെ പോകും. ആ പിള്ളേരെ നോക്കാനൊക്കെ പോകുമായിരുന്നു. പിന്നെ അവർക്ക് വേണ്ട ഫുഡൊക്കെ കൊടുക്കും. കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ഇപ്പോൾ എല്ലാ ബർത്ത്ഡേക്കും ഞങ്ങൾ അവിടെ പോയിട്ടാണ് കുഞ്ഞിൻ്റെ കേക്ക് കട്ടിങ് ചെയ്യുന്നത്. അവരുമായിട്ട് ഫുഡ് കഴിക്കും. അങ്ങനെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ പത്രം എല്ലാം വാങ്ങിക്കൊണ്ടുപോയി കൊടുക്കും എല്ലായിടത്തും. പിന്നെ ഡെയിലി ബൈബിൾ വായിക്കാം. എല്ലാ ദിവസവും ബൈബിൾ വായിക്കും. അരമണിക്കൂർ ബൈബിൾ വായിക്കും. പിന്നെ കണ്ടിന്യൂസ് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഇപ്പോൾ ബൈബിൾ വായിച്ച് തീരാനായി എൻ്റെ. പിന്നെ എല്ലാ ദിവസവും നാട്ടിലുള്ളപ്പോൾ എന്നും ഞാൻ മുടങ്ങാണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കും. കുർബാനയ്ക്ക് പോകും, കുമ്പസാരിക്കും. പേഴ്സണലായിട്ട് പ്രെയർ ഞാൻ ചെയ്യാറുണ്ട്. നേരത്തെ അങ്ങനെ പേഴ്സണലായിട്ട് അങ്ങനെ പ്രെയറൊന്നും ഞാൻ ചെയ്യാറില്ലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. വെളുപ്പിന് 3 മണിക്ക് എഴുന്നേക്കും, പ്രാർത്ഥിക്കാനായിട്ട് എഴുന്നേക്കും. കുടുംബ പ്രാർത്ഥന പ്രാർത്ഥിക്കും. ഇപ്പം ആര് പ്രാർത്ഥിച്ചില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ എനിക്ക് ആത്മീയമായ കാര്യത്തിലും പ്രാർത്ഥനയിലും ഒരുപാട് വളരാൻ സാധിച്ചു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി.